പി.സി. ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കുന്നു. ജോർജിനെ ഒഴിവാക്കി കേരള കോൺഗ്രസ് എം.എൽ.എമാർ തിരുവനന്തപുരത്ത് മന്ത്രി കെ.എം. മാണിയുടെ വീട്ടിൽ യോഗം ചേർന്നു. തുടർന്ന് മാണിയും ജോസഫും മുഖ്യമന്ത്രിയെ കണ്ടു. താനില്ലാതെ ചേർന്ന യോഗത്തിന്റെ തീരുമാനം അംഗീകരിക്കില്ലെന്നായിരുന്നു ജോർജിന്റെ പ്രതികരണം. ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പി.സി. ജോർജിനെ നീക്കാനുള്ള ചരടുവലികൾക്ക് കെ.എം. മാണിയാണ് മുൻകൈയെടുത്തത്. ജോർജ് ഒഴികെയുള്ള എം.എൽ.എമാരുടെ യോഗം രാവിലെ വസതിയിൽ വിളിച്ചു ചേർത്തു. ജോർജിനെ നീക്കണമെന്ന ആവശ്യം മാണിക്കൊപ്പമുള്ള എം.എൽ.എമാർ യോഗത്തിൽ ഉന്നയിച്ചു. പി.ജെ. ജോസഫും ഒപ്പമുള്ളവരും എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്തില്ല. തുടർ നടപടികൾക്ക് മാണിയെയും ജോസഫിനെയും ചുമതലപ്പെടുത്തി യോഗം പിരിയുകയായിരുന്നു. പിന്നീട് വൈകുന്നേരം ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയെ കണ്ട് പാർട്ടി തീരുമാനം അറിയിച്ചു. ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന പൊതുവികാരമാണ് പാർട്ടിക്കെന്നാണ് മുഖ്യമന്ത്രിയെ അറിയിച്ചത്. മാണിയും ജോസഫും ചേർന്നാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. നടപടിയോട് മുഖ്യമന്ത്രിക്കും അനുകൂല മനസ്സാണ്. എന്നാൽ ബാർ കോഴക്കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടായിരിക്കും പുറത്താക്കൽ തീരുമാനം പ്രഖ്യാപിക്കുക. കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കുമെന്ന അന്വേഷണ റിപ്പോർട്ട് കെ.എം. മാണി പ്രതീക്ഷിക്കുന്നു. ഇതിനുശേഷം നടപടി പ്രഖ്യാപിച്ചാൽ മതിയെന്ന ചിന്തയാണ് മാണിയോട് അടുപ്പമുള്ളവർക്കുള്ളത്. എം.ആർ. സജേഷ്, തിരുവനന്തപുരം. ജോർജ് വിഷയം ചർച്ച ചെയ്യാൻ യു.ഡി.എഫ് നേതാക്കൾ നാളെ യോഗം ചേരും. രാത്രി മന്ത്രി കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി ക്ലിഫ് ഹൗസിൽ ചർച്ച നടത്തി. പി.സി. ജോർജിനെ നീക്കാനുള്ള തീരുമാനത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത. ജോർജിനെതിരായ നടപടി നിയമവിരുദ്ധമെന്ന് പാർട്ടി ഉന്നതാധികാര സമിതി അംഗം ടി.എസ്. ജോണും ജനറൽ സെക്രട്ടറി ഭാസ്കരപിള്ളയും പറഞ്ഞു. പാർലമെന്ററി പാർട്ടി യോഗത്തിന് അംഗീകാരമില്ലെന്നും രാജിവെച്ച് പുറത്തുപോകേണ്ടത് മാണിയെന്നും ജോൺ വ്യക്തമാക്കി. ജോർജ് എന്ത് തെറ്റ് ചെയ്തുവെന്ന് മാണി വ്യക്തമാക്കണമെന്ന് ഭാസ്കരപിള്ള ആവശ്യപ്പെട്ടു. പാർട്ടി കൂടുക എന്ന് പറഞ്ഞാൽ എല്ലാ മെമ്പർമാരും കൂടെ കൂടുക എന്നർത്ഥം. പി.സി. ജോർജിനെ അറിയിക്കാതെ പാർലമെന്ററി പാർട്ടി കൂടി എന്ന് പറയുന്നതിൽ അതൊരു നിയമവിരുദ്ധമാണ്. നിയമാനുസൃതമുള്ള കമ്മിറ്റി അല്ല. ഒന്ന്. പിന്നെ പാർട്ടി കമ്മിറ്റി കൂടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. ആ സ്ഥിതിക്ക് പി.സി. ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറയാൻ ഇവർക്ക് യാതൊരു അധികാരമുള്ള ഇല്ല. യാതൊരു അധികാരം നിയമപ്രകാരമുള്ള കമ്മിറ്റിയല്ല. നിയമപ്രകാരം കണ്ടിട്ട് കൂടിയ കമ്മിറ്റി അത് അംഗീകരിക്കാൻ കേരള കോൺഗ്രസ് പാർട്ടി അതിനെ അനുകൂലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മാസം കോഴ ആരോപണങ്ങൾ നടന്നു. അതിന് ഫലപ്രദമായ ഒരു മറുപടി പറയാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല, മാനസാറിനും കഴിഞ്ഞില്ല. ഒരു മാസം കേസ് വെരിഫിക്കേഷൻ നടത്തിയ ശേഷം എവിഡൻസ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് എഫ്ഐആർ എടുത്തത്. എഫ്ഐആർ എടുത്താൽ നിയമപ്രകാരം തന്നെ രാജിവെക്കേണ്ടതാണ്. പി.സി. ജോർജ് വിഷയത്തിൽ ഇപ്പോൾ പറയാൻ മാത്രം ഒന്നുമില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പി.സി. ജോർജിനെ മാറ്റുന്ന കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. ഇപ്പം പറയാനും മാത്രം ഒന്നുമില്ല. തുടരുമോ? ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. അദ്ദേഹത്തോട് ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അവരങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഏതായാലും യു.ഡി.എഫ് ചെയർമാനും മുഖ്യമന്ത്രിയുമായ ശ്രീ ഉമ്മൻചാണ്ടിയോട് നേരിട്ട് പറഞ്ഞില്ല എന്നാണ് ഞാൻ. പി.സി. ജോർജിനെ മുന്നണിയിലെടുക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് എൽ.ഡി.എഫ് ആണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ബാർക്കോടിയിൽ സർക്കാർ നടത്തുന്ന കള്ളക്കളിയുടെ ഭാഗമായാണ് കെ.എം. മാണിയെ സംരക്ഷിക്കുന്നതെന്നും പിണറായി അഭിപ്രായപ്പെട്ടു. ജോർജ് പുറത്തേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ്. ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്ന രീതിയിലാണ് മാണി ഗ്രൂപ്പിലൊരു കാര്യങ്ങൾ വരുന്നത്. ഇതിനെ CPM എങ്ങനെ കാണുന്നു? അതൊന്നും സംബന്ധിച്ച് നമ്മളൊരു അഭിപ്രായം പറയേണ്ടതില്ല. അതല്ല അവരുടെ കാര്യങ്ങളല്ലേ. നോക്കാം എങ്ങനെ എവിടെയാക്കുന്നത്. പുനരുജ്ജീവിപ്പിക്കാൻ 1 മിനിറ്റ് മതി എന്നൊക്കെയാണ് ജോർജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ. നമ്മൾ ഈ പൊതുസമൂഹത്തിൽ വന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട് മാണി തുടരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ നിൽക്കുക. മറ്റേ കാര്യങ്ങൾ അവരെ പാർട്ടി തീരുമാനിക്കട്ടെ എങ്ങനെയാണ്. ജോർജിനെ ഉൾക്കൊള്ളാൻ ഈ ഒരു ഘട്ടത്തിൽ പ്രയാസമുണ്ടോ? അത് സംബന്ധിച്ചൊക്കെ LDF എന്ന നിലക്ക് ആലോചിച്ച് പറയേണ്ടതാണ്. മാണിക്കെതിരെ കോട്ടയത്ത് വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പേരിലാണ് പോസ്റ്റർ. മാണിയെ സംരക്ഷിച്ചാൽ 2ാം UPA സർക്കാരിന്റെ ഗതിയാകും സർക്കാരിനെന്നും പോസ്റ്ററിൽ പരാമർശമുണ്ട്. കെ രാഗേഷ് ഇടതുമുന്നണിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഇടതുമുന്നണിയിലെ ധാരണപ്രകാരം CPM-ന് അനുവദിച്ച സീറ്റിലാകും രാഗേഷ് മത്സരിക്കുക. നിലവിൽ CPM സംസ്ഥാന സമിതി അംഗമാണ് കെ രാഗേഷ്.
ഇന്ന് രാവിലെ ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് CPIM സംസ്ഥാന സമിതി അംഗമായ KK രാഗേഷിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. നിയമസഭയിലെ കക്ഷിനില അനുസരിച്ച് ഒഴിവ് വരുന്ന 3 സീറ്റുകളിൽ ഒരെണ്ണം സുനിശ്ചിതമായി ഇടതുമുന്നണിക്ക് വിജയിക്കാനാവും. ഈ സീറ്റിലാവും SFIയുടെ മുൻ ദേശീയ ഭാരവാഹി കൂടിയായ KK രാഗേഷ് മത്സരിക്കുക. മറ്റൊരു സീറ്റിൽ മത്സരിക്കുന്ന CPI സ്ഥാനാർത്ഥി ആരെന്ന് വൈകാതെ തന്നെ CPI തീരുമാനമെടുക്കും. കണ്ണൂർ കാഞ്ഞിരോട്ട് സ്വദേശിയായ KK രാഗേഷ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്തെത്തുന്നത്. തീക്ഷ്ണമായ സമര പോരാട്ടങ്ങളുടെ മൂശയിൽ വാർത്തെടുത്തതാണ് KK രാഗേഷിൻ്റെ രാഷ്ട്രീയ ജീവിതം. 2003 കോഴിക്കോട് കളക്ട്രേറ്റിന് മുന്നിൽ വെച്ച് സ്വാശ്രയ സമരം ഉദ്ഘാടനം ചെയ്യാനെത്തിയ SFIയുടെ അന്നത്തെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായ KK രാഗേഷിനെ പോലീസ് ഭീകരമായി തല്ലിച്ചതച്ച് ജയിലിലടച്ചു. 2005 ഹൈദരാബാദ് SFI സമ്മേളനത്തിൽ വെച്ചാണ് KK രാഗേഷ് SFIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആവുന്നത്. SFIയിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പദം വഹിച്ച ഏക മലയാളി കൂടിയാണ് KK രാഗേഷ്. പാർട്ടിയുടെ പ്രക്ഷോഭ ബൗദ്ധിക മുഖങ്ങളിലൊന്നായ KK രാഗേഷ് നിയമബിരുദധാരിയാണ്. കോളേജ് അധ്യാപികയായ പ്രിയ വർഗീസാണ് ഭാര്യ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി വയലാരവിയെ നിശ്ചയിക്കാൻ സംസ്ഥാന നേതൃത്വത്തിൽ ധാരണ. ഇക്കാര്യത്തിൽ AICC അന്തിമ തീരുമാനമെടുക്കും. അരുവിക്കര സീറ്റിന്റെ കാര്യത്തിൽ നാളെ കൂടുതൽ ചർച്ചകൾ നടക്കും. കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് വയലാർ രവിക്ക് തന്നെ നൽകാനാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലെ ധാരണ. സംസ്ഥാന തലത്തിലെ ധാരണ AICC അറിയിക്കും. വയലാർ രവി തന്നെ സ്ഥാനാർത്ഥിയാകുന്നതിൽ AICCക്കും അനുകൂല നിലപാടാണെന്നാണ് സൂചന. PP തങ്കച്ചിനു വേണ്ടി I ഗ്രൂപ്പ് നേരത്തെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ വയലാർ രവിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ I ഗ്രൂപ്പ് പിന്മാറും. അരുവിക്കരയിലെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ നാളെ വീണ്ടും ചർച്ച നടക്കും. മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനും രമേശ് ചെന്നിത്തലയും നാളെ ചേരുന്ന KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പങ്കെടുക്കും. ഡോക്ടർ സുലേഖയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ തിരുവനന്തപുരം DCC എതിർപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് കൂടുതൽ ചർച്ചകൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാലയിൽ ആത്മഹത്യ ചെയ്ത റബ്ബർ കർഷകൻ കൃഷ്ണൻ നായരുടെ സംസ്കാരം കണ്ണൂർ പയ്യാമ്പലത്ത് നടന്നു. കഴിഞ്ഞ ദിവസമാണ് റബ്ബർ വിലയിടിവിനെ തുടർന്ന് ജീവിതം വഴിമുട്ടിയ കൃഷ്ണൻ നായർ മന്ത്രി K മാണിക്കെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് തൂങ്ങി മരിച്ചത്. റബ്ബർ വില തകർച്ചയിൽ മനനൊന്ത് ധനമന്ത്രി K മാണിയുടെ മണ്ഡലത്തിൽ ആത്മഹത്യ ചെയ്ത പേരാവൂർ തുണ്ടിയിലെ കൃഷ്ണൻ നായരുടെ മൃതദേഹം പയ്യാമ്പലം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. ബന്ധുക്കളും നാട്ടുകാരുമടക്കം നൂറുകണക്കിന് ആളുകളാണ് കല്ലുമുദ്രക്കുന്നിലെ കൃഷ്ണൻ നായരുടെ അനുജന്റെ വീട്ടിൽ അവസാനമായി മൃതദേഹം ഒരുനോക്കു കാണാനെത്തിയത്. കർഷക ആത്മഹത്യയുടെ തുടർക്കഥയായി കൃഷ്ണൻ നായർ മാറുകയാണെന്നും കൃഷ്ണൻ നായരുടെ കടബാധ്യതകൾ എഴുതിത്തള്ളി കുടുംബത്തിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നും CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ പറഞ്ഞു. ആത്മഹത്യാക്കുറിപ്പിൽ മന്ത്രിയുടെ പേര് തന്നെ ഉൾപ്പെട്ട സാഹചര്യത്തിൽ K മാണിക്കെതിരായിട്ട് കേസെടുക്കണം, എന്നിട്ട് അന്വേഷിക്കണം, ആ കടം എഴുതിത്തള്ളണം എന്ന് മാത്രമല്ല ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം. അതേസമയം റബ്ബർ വില തകർച്ച ലോകമെമ്പാടുമുള്ള പ്രതിസന്ധിയാണെന്നായിരുന്നു സണ്ണി ജോസഫ് MLA പ്രതികരിച്ചത്. റബ്ബർ വിലയിടിവ് കേരളത്തിലല്ല ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇപ്പോൾ കേരളം ഏറ്റവും റബ്ബർ ഉൽപ്പാദന കാര്യങ്ങളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന പ്രദേശം എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ കൃഷിക്കാരെ വളരെ സാരമായിട്ട് ബാധിക്കുന്നതാണ്. അത് ഒരു ധനമന്ത്രി മാത്രമല്ല, എല്ലാവരും ഞാൻ ഉൾപ്പെടെ ഈ സംസ്ഥാനത്തെയും ലോകത്തെയും വ്യവസ്ഥയുടെ ഒരു ഭാഗമായിട്ടുള്ള പ്രതിഭാസമാണ്. റബ്ബർ വില തകർച്ച കർഷകരെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണെന്ന് ലോകത്തെ അറിയിച്ച് ഇനിയുള്ളവരെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് ഒരു കർഷകൻ കൂടി ലോകത്തോട് വിട പറഞ്ഞു. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. ആഭ്യന്തര കലാപം രൂക്ഷമായ യമനിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയം നടപടി ആരംഭിച്ചു. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരുടെ യാത്രാരേഖകൾ ശരിയാക്കാൻ എംബസിയിൽ പ്രത്യേക ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. ഇന്ത്യക്കാർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. യമനിൽ കുടുങ്ങിയ മലയാളി നഴ്സുമാർ അടക്കമുള്ള ഇന്ത്യക്കാരുടെ ജീവനും സ്വത്തും രക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. യമനിലെ ആഭ്യന്തര കലാപം രൂക്ഷമാവുകയും യുദ്ധസ്ഥിതി സംജാതമായിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രസിഡന്റ് അബ്ദുൾ റബ്ബ് മൻസൂർ ഹാബിയുടെ ഭരണത്തെ രക്ഷിക്കാൻ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അമേരിക്കയുടെ പിന്തുണയോടെ ഗൾഫ് രാജ്യങ്ങളിലെ സൈന്യം വ്യോമാക്രമണം നടത്തുന്നു. തലസ്ഥാനമായ സനയിലെ ഇന്ത്യൻ എംബസിയിൽ ഹെൽപ്പ് ലൈൻ തുടങ്ങിയതുകൊണ്ട് മാത്രം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ അപകട മേഖലയിൽ കഴിയുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ ജീവൻ രക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പീപ്പിൾ TV ഇംപാക്ട് തേഞ്ഞിപ്പലം പഞ്ചായത്തിലെ ബജറ്റ് അവതരണം തടസ്സപ്പെട്ടു. LDF പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചതുമൂലം അംഗങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കയറാൻ ആയില്ല. തേഞ്ഞിപ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് കോഴ ആവശ്യപ്പെട്ട വാർത്ത പീപ്പിൾ TV ആണ് പുറത്തുവിട്ടത്.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന് ബജറ്റ് അവതരിപ്പിക്കാൻ ധാർമ്മികാവകാശമില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് തേഞ്ഞിപ്പലം പഞ്ചായത്ത് ഓഫീസ് LDFന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചത്. നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന തേഞ്ഞിപ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഫിറോസ് കള്ളിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമനത്തിനായി കോഴ ആവശ്യപ്പെടുന്നത് ദൃശ്യങ്ങളടക്കം പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി ഫിറോസ് കള്ളിയലിന്റെ രാജി ആവശ്യപ്പെട്ട് LDF, INL എന്നിവരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചു വരികയാണ്. പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ നിന്നും ഫിറോസ് കള്ളിയലിനെ തടയാൻ LDFന്റെയും INLന്റെയും നേതൃത്വത്തിൽ രാവിലെ തന്നെ ഉപരോധം ആരംഭിച്ചു. ഉപരോധത്തെ തുടർന്ന് ഭരണസമിതി അംഗങ്ങൾക്ക് പഞ്ചായത്തിൽ പ്രവേശിക്കാനായില്ല. ഇതേ തുടർന്ന് ബജറ്റ് അവതരണം മാറ്റിവെക്കുകയായിരുന്നു. ഫിറോസ് കള്ളിയിൽ ചുമതല ഒഴിയും വരെ പ്രക്ഷോഭം തുടരുമെന്ന് ഉപരോധം ഉദ്ഘാടനം ചെയ്ത CPIM സംസ്ഥാന കമ്മിറ്റി അംഗം M. സ്വരാജ് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ VC വരെയുള്ള അവരെ ഒറ്റപ്പെടുത്തി നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് മാതൃകാപരമാം വിധം നിയമ നടപടികൾക്ക് അവരെ വിധേയരാക്കിക്കൊണ്ട് മാത്രമേ ഈ സമരം അവസാനിക്കൂ. മാറ്റിവെച്ച ബജറ്റ് അവതരണം ഏത് ദിവസം നടത്തണമെന്ന് ഭരണസമിതി കൂടി തീരുമാനമെടുക്കും. അതേസമയം ഫിറോസ് കള്ളിയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് തടയാനാണ് പ്രതിപക്ഷ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കവി ONV കുറുപ്പിന്റെ അനുഭവക്കുറിപ്പുകൾ പോക്കുവെയിൽ മണ്ണിലെഴുതിയത് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. സംസ്ഥാനത്തെ 4 കേന്ദ്രങ്ങളിൽ ഇന്ന് വൈകിട്ട് നടന്ന ചടങ്ങിൽ പ്രമുഖർ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പിന്റെ അനുഭവക്കുറിപ്പുകളുടെ സമാഹാരമാണ് പോക്കുവെയിൽ മണ്ണിലെഴുതിയത് എന്ന പുസ്തകം. പുസ്തകത്തിന്റെ പ്രകാശനം തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ വെച്ച് പ്രമുഖർ നിർവഹിച്ചു. തിരുവനന്തപുരത്ത് കവയത്രി സുഗതകുമാരി പ്രകാശനം ചെയ്ത പുസ്തകം പ്രൊഫസർ V. മധുസൂദനൻ നായർ ഏറ്റുവാങ്ങി. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന ONVയുടെ സുഖപ്രാപ്തിക്കായി സുഗതകുമാരിയുടെ കാവ്യാർച്ചന. മനം നിറഞ്ഞു കരങ്കൂപ്പിയർത്ഥിപ്പേൻ ഭഗവാനീ, കാലത്തിനുടയോനീ, ഞങ്ങൾ തൻ കവി ഏറെക്കാലമീ ഞങ്ങൾക്കായി പാടുവാൻ കൽപ്പിച്ചാലും. കടകംപള്ളി സുരേന്ദ്രൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ, TN സീമ MP, VK ജോസഫ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് മലയാളം പള്ളിക്കൂടത്തിലെ കുട്ടികൾ ONVയുടെ കവിത ആലപിച്ചു. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു. കൊല്ലത്ത് MA ബേബി MLA പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. കവി പ്രഭാവർമ്മ പുസ്തകം ഏറ്റുവാങ്ങി. KN ബാലഗോപാൽ MP, K വരദരാജൻ, ചവറ KS പിള്ള, P സോമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിയിൽ കവി ചെമ്മനം ചാക്കോയിൽ നിന്ന് തിരക്കഥാകൃത്ത് ജോൺ പോൾ പുസ്തകം ഏറ്റുവാങ്ങി. P രാജീവ് MP, CN മോഹനൻ, M തോമസ് മാത്യു, ഫാദർ പോൾ തേലക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ MT വാസുദേവൻ നായർ ഖദീജ മുന്താസിന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. KT കുഞ്ഞിക്കണ്ണൻ, അക്ബർ കക്കട്ടിൽ, KEN തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ചിന്ത പബ്ലിഷേഴ്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.